السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. ബഹുമാനമുള്ള എൻ്റെ ഫിഖ് ഗ്രൂപ്പ് മസ്അലയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അനന്തരാവകാശത്തിന്റെ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വന്നു. ഏകദേശം ഇൻഷാ അല്ലാഹ് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഭാഗം കൂടി നമുക്കതിൽ സ്പർശിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പരാമർശിച്ചതും വിശദീകരിച്ചതുമായ കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കെട്ടിനിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആവർത്തിച്ച് നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ഉപകരിക്കും. ഇന്ന് ദുന്യാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കും എന്നൊരു സംശയമില്ല. പിന്നെ ഓഹരി ചെയ്യപ്പെടുന്നതിന്റെ മറ്റ് വിശദ വിവരങ്ങളെല്ലാം നമുക്ക് ഇനിയും സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് ആരെക്കൊണ്ടൊക്കെ ഒഴിവായി പോകും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. അത് പ്രത്യേകിച്ച് അറിയേണ്ടതും തന്നെയാണ്. കാരണം ഇത്ര ആളുകൾക്ക് കിട്ടും എന്നറിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ, ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ ഇപ്പോ അവർക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും എന്നത് നമ്മൾ പറയാറില്ല. വാസ്തവത്തിൽ അവരൊക്കെ വിജയികളുമാണ്. എന്നാൽ പിന്നെ അതിൽ മാർക്ക് കിട്ടിയ ആളുകൾക്കാണല്ലോ അത് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു +2യുടെ ക്ലാസ് അതിന്റെ പരീക്ഷ കഴിഞ്ഞാല് ഒരു ഏകദേശം ആളുകൾ ജയിച്ചിട്ടുണ്ടാവും കുട്ടികൾ. പക്ഷെ അതില് നല്ല ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്കാണല്ലോ പിന്നെ ഉപരിപഠനത്തിനുള്ളത് കിട്ടുന്നത്. അല്ലാത്ത ഒരു പഠനം കിട്ടുന്നത് പിന്നെ വേറെയുള്ള രീതിയിലാണ്. ആയിരിക്കട്ടെ, അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഭൗതിക ലോക ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റ് കാര്യങ്ങളോട് ബന്ധപ്പെടുമ്പോഴും ഉണ്ടാകുന്ന രീതികൾ എന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ച് കൂടെ പെടുകയാണെങ്കിൽ ആർക്കൊക്കെ കിട്ടും, ആരെ കൊണ്ട് ഒഴിവാകും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഏകദേശം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മകന് ഒരു കാരണവശാലും ഒഴിവാകൂല, ഓനെ ഒഴിവാക്കാൻ ആർക്കും കഴിയൂല. പക്ഷെ ഫർദന്റെ അഹലുകാർ കൂടി വരികയാണെങ്കിൽ അവർക്ക് വീതങ്ങളൊക്കെ എടുത്തു വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി സ്വത്ത് ഇല്ലാതെ വന്നാൽ അവന് കിട്ടാതിരിക്കും. എങ്കിലും അവനെ മൻഅ ചെയ്യുക എന്ന ഒരു രീതിയിലേക്ക് അവന് പോകില്ല. അങ്ങനെ കുറെ ഉണ്ടാവൂല. പക്ഷെ അത് മസ്സലയുടെ പിന്നെ പരത്തിയുള്ള പറച്ചിലിൽ നമ്മൾക്ക് പറയേണ്ടി വരുന്നതാണ്. അതിന്റെ രീതി അങ്ങനെയാണ്. പിന്നെ ആരും ഇല്ല എങ്കിൽ ഫുള്ള് എടുക്കുന്നതും മകൻ തന്നെ ആയിരിക്കും, ഒരു മകനാണെങ്കിൽ. പക്ഷെ ഒരു മകളാണെങ്കിൽ അത് കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അതിന്റെ രീതികൾ വരുന്നത്. അപ്പോ അതുപോലെ തന്നെ വാപ്പുണ്ട്, ഉമ്മുണ്ട്, അവർക്കും അവകാശമുണ്ട്. അവരെയും ഒഴിവാക്കാൻ പറ്റുന്ന രീതി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്ന പോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര്, അവർക്കും ഇങ്ങനെ ഒഴിഞ്ഞു പോവേണ്ടുന്നതായ ഹജബ വരുന്ന ഒരു വിഷയം ഇല്ല എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കാനുള്ളത് ബനാത്തുൽ ഇബിൻ എന്ന് പറഞ്ഞാൽ മകന്റെ മക്കള്. ഈ മകന്റെ പെൺമക്കള്. അപ്പൊ ഈ മകന്റെ പെൺമക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വത്ത് കിട്ടുന്ന രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അവര് ഒഴിവാകുന്നത് എപ്പോഴാണ്? ബി ഇബിനിൻ, മകനെ കൊണ്ടാണ്. അവിടെ രണ്ട് രീതി മനസ്സിലാക്കണം. മകന്റെ പെൺമക്കളാണ് പറയുന്നത്, മകന്റെ മകളാണ്. അതല്ല മകളുടെ മകളല്ല. മകളുടെ മകള് നമ്മൾ എണ്ണീക്കേണ്ടത് ദബിൽ അർഹാമിൽ കിട്ടാത്തതിലാണ്. ഇത് കിട്ടുന്ന ഇതിൽ എണ്ണീട്ടുണ്ട്. പക്ഷെ ഇവർക്ക് സ്വത്ത് കിട്ടില്ല. ആരുണ്ടെങ്കിൽ ഒരു മകനുണ്ട്. അപ്പൊ മകന് ഉണ്ട്, ഒരാള് മരണപ്പെടുന്ന സമയത്ത് ഒരു മകനെ അയാൾക്കുള്ളൂ. പിന്നുള്ളത് ആരാണ്? ഒരു മകന്റെ മകളുണ്ട്. ഈ മകന്റെ മകള് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മകന്റെ മകളാവാം, അതല്ലെങ്കിൽ വേറെ മക്കളാവാം, ഏതാവട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മകന് ഉള്ള കാരണം കൊണ്ട് ഈ മകന്റെ മകൾക്ക് സ്വത്ത് കിട്ടുകയില്ല എന്നാണ് സത്യം. അതാണ് അതിന്റെ മസ്അല. ഇനി ആരുമില്ല, മകനെ കൊണ്ട് പോകും. അതല്ലെങ്കിൽ ആര് വന്നു? അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ വന്നു. വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. മകനെ കൊണ്ട് മകന്റെ മകൾക്ക് സ്വത്ത് കിട്ടുകയില്ല. ഇനി ആരെക്കൊണ്ടും കിട്ടുകയില്ല. രണ്ട് പെൺകുട്ടികള് വന്നു. രണ്ട് പെൺകുട്ടികളോ രണ്ടിൽ കൂടുതലോ പെൺകുട്ടികൾ വന്നു. മകനില്ല, ഒരാൾ മരണപ്പെടുമ്പോൾ രണ്ട് പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പെൺകുട്ടികളുണ്ട്. 10 ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ 100 ഉണ്ടായിക്കോട്ടെ, എത്രയും ആവാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആരുള്ളത്? മകന്റെ മകള് രണ്ടാമത്തെ മർത്തബയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് സ്വത്ത് കിട്ടുകയില്ല എന്നതാണ് അതിന്റെ
മസ്തരയുള്ളത്. പക്ഷെ അവിടെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഈ രണ്ട് പെൺകുട്ടികൾ വന്നപ്പോ ആ രണ്ട് മക്കളോട് കൂടെ അവരെ അവരെ അസബ ചെയ്യുന്ന അവരുടെ അതേ മർത്തബയിലുള്ള ഒരു സഹോദരൻ വന്നിട്ടില്ലെങ്കിലാണ്. ഞാനൊന്ന് പറയാം. രണ്ട് പെൺകുട്ടികൾ വന്നു, അതോടൊപ്പം ഒരു മകനും വന്നു. ഇങ്ങനെ വരുമ്പോ ഈ രണ്ട് പെൺകുട്ടികൾക്കും മകനുള്ള സ്വത്ത് എങ്ങനെയാണ്? ഇരട്ടിയും പൗതിയായിട്ട് അവർക്ക് നമ്മള് അസബ എന്നുള്ള ഇലക്ക കൊടുക്കുക. അങ്ങനെ അപ്പോഴാണ് ഒരു മകന്റെ മകൾ ഉള്ളത് എങ്കിൽ ആ മകന്റെ മകൾക്കുള്ള ഒരു ഫർളിയായ ഒരു വിഹിതം നമ്മൾ അവിടെ വെച്ചു കൊടുക്കും. ആ ഫർദിന്റെ വിഹിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, അവൾക്ക് ഏത് വിഹിതത്തിലേക്കാണ് വരിക എന്ന്. അപ്പൊ ആ പറഞ്ഞ വിഹിതം ഇവർക്കായിരിക്കും കിട്ടുക. അപ്പോ അവര് ഈ രണ്ട് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് അവരുടെ അതേ മർത്തബയിലുള്ള ഒരു സഹോദരൻ വന്നിട്ട് ഇവര് അസബാക്കാർ ആയിട്ടില്ലെങ്കിൽ, അസബാക്കാർ എന്ന് പറഞ്ഞാൽ ഇരട്ടിയും ബോധി എടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ ഇവർ അസബാക്കാരായി നിൽക്കുമ്പോൾ അസബാക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സ്വത്ത് ഉള്ളത് മുഴുവൻ കൊണ്ടുപോകാൻ ആരുമില്ലെങ്കിൽ ഫർദിന്റെ അഹരികാർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത്. അപ്പൊ ഇവിടെ ഫർദിന്റെ അഹരികാരായിട്ടുള്ള ഒരു മകന്റെ മകൾ ഉള്ളത് കൊണ്ട് അവൾക്ക് ഫർദിന്റെ അഹരി എത്രയാണെങ്കിൽ ആ വീതം അവൾക്ക് കൊടുത്തതിന് ശേഷമേ ഇവർക്ക് കൊടുക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോ അതിൽ നമുക്ക് മനസ്സിലാക്കാനായി ഇവർക്ക് എത്രയാണ് കിട്ടുമെങ്കിൽ ആ കിട്ടുന്ന വീതം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ്. അല്ലെങ്കിൽ എളാപ്പാന്റെ ഒരു മകനുണ്ട്, ആരെ? ഈ രണ്ട് പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ അസബ ചെയ്യുന്ന അവരുടെ മർത്തബയിലുള്ള ഒരു സഹോദരനോ അതല്ലെങ്കിൽ എളാപ്പാന്റെ മകനായിട്ടോ ഒരാൾ വന്നിട്ട് ഇല്ല എങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരും ഏതാവും അസബയായിട്ട് ഇരട്ടിയും പൗതിയായിട്ട് സ്വത്തെടുക്കും. അപ്പൊ ഈ പറയുന്ന രണ്ട് രീതിയും ഇല്ലാതെ വരുന്ന സമയത്ത് രണ്ട് പെൺകുട്ടികൾ മാത്രം വരികയും ആ രണ്ട് പെൺകുട്ടികളോട് കൂടെ ഒരു മകന്റെ മകൾ വരികയും ചെയ്യുമ്പോൾ അവർക്ക് എത്രയേ കിട്ടുള്ളൂ? അവർക്ക് കിട്ടുന്ന അവർക്ക് സ്വത്ത് കിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ ഇവർ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നു. അപ്പൊ പിന്നെ അങ്ങനെ അസബ ആയാല് പിന്നെ കൊടുക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഫൈൻ ഉസിബത്ത് ബിഹി അഖദതു മാഹുൽ ബാഖി ബഅദ സുലുസൈൽ ബിൻദൈനി ബിത്തഅസീബി എന്നാണ് പറയുന്നത്. അപ്പോ മനസ്സിലാക്കണം, അതായത് ഈ മകന്റെ മകൾക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഈ മകന്റെ മകൾക്ക് അസബ ആക്കുന്ന അസബയായിട്ട് വരുന്ന ഒരാളുണ്ടെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികൾക്കുള്ള 2/3 കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇവര് അസബയായിട്ടാണ് എടുക്കുന്നത്. അതെ. അപ്പൊ മസല ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞു മകന്റെ മകൾക്ക് സ്വത്ത് കിട്ടുകയില്ല, ആരെക്കൊണ്ട്? മകനെ കൊണ്ട് കിട്ടുകയില്ല. ഇനി ആരെക്കൊണ്ടും കിട്ടുകയില്ല, രണ്ട് പെൺകുട്ടികളെ കൊണ്ടും കിട്ടുകയില്ല എന്നാണ്. പക്ഷെ ഈ രണ്ട് പെൺകുട്ടികളെ കൊണ്ട് കിട്ടാതിരിക്കുന്നത് എപ്പോഴാണ്? ഈ മകന്റെ മകളോട് കൂടെ ഒരു സഹോദരനും കൂടി വന്നു. അപ്പൊ മകന്റെ മകളുണ്ട്, മകന്റെ മകനുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്വത്ത് കിട്ടും. അതല്ലെങ്കിൽ എളാപ്പാന്റെ ഒരു മകനും വന്നു, മകന്റെ മകളും വന്നു. അപ്പോഴും ഇവർക്ക് അസബ എന്നൊരു ഗണത്തിലേക്ക് ഇവർ നീങ്ങുന്നത് കൊണ്ട് അപ്പോഴും ഇവർക്ക് സ്വത്ത് കിട്ടും. അപ്പൊ പിന്നെ എങ്ങനെ കൊടുക്കുക? അപ്പൊ ഇവർക്ക് കൊടുക്കുന്നത് ഈ രണ്ട് പെൺകുട്ടികൾക്ക് 2/3 കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇവരെന്ത് ചെയ്യും? ഇരട്ടിയും പൗതിയായിട്ട് എടുക്കും. അപ്പോൾ ആർക്ക് കിട്ടും? മകന്റെ മകൾക്ക് കിട്ടും എന്നർത്ഥം. അപ്പൊ ആ രീതിയിലാണ് അതിനെ പിന്നെ ഓഹരി ചെയ്യപ്പെടുക. എങ്ങനെ ഓഹരി ചെയ്യപ്പെടുക? അസബ എന്നുള്ള നിരക്ക് അവർക്ക് കിട്ടുന്നു. ഒന്നുകൂടി ഞാൻ വിശദീകരിച്ച് പറയുന്നു. മകന്റെ മകൾക്ക് സ്വത്ത് കിട്ടാതിരിക്കും എപ്പോൾ? മകൻ ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ അവരുടെ കൂടെ വന്നാലും കിട്ടുകയില്ല. പക്ഷെ അവർക്ക് കിട്ടാവുന്ന ഒരു രീതിയുണ്ട്. എപ്പോഴാണ് അത് കിട്ടുക? ഈ മകന്റെ മകളോട് കൂടെ അവളുടെ അതേ മർത്തബയിൽ നിൽക്കുന്ന ഒരു സഹോദരൻ വന്നു, അല്ലെങ്കിൽ എളാപ്പാന്റെ മകന് വന്നു. ഇത് വന്നത് എപ്പോഴാണ്? രണ്ട് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോഴാണെന്ന് മനസ്സിലാക്കണം. മകന്റെ കൂടെയല്ല, രണ്ട് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ. അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് പെൺകുട്ടികൾക്ക് 2/3 കൊടുത്തു, ബാക്കിയുള്ള സ്വത്ത് എന്താവും? ഇവര് ഇരട്ടിയും പൗതിയായിട്ട് അസബയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അസബയായിട്ട്. ഇതാണ് ഇപ്പൊ അവിടുത്തെ മസലുള്ളത്. ഇനി പറയാനുള്ളത് പിന്നെ വാപ്പൊത്ത സഹോദരിമാര് വന്ന് അവരെ ആരൊഴിവാക്കും? ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിമാരെ കൊണ്ട്. വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം. ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ, ഉമ്മയിലും വാപ്പയിലും ഒത്ത സഹോദരി ഉണ്ട്. അതോടൊപ്പം ആരുണ്ട്? വാപ്പത്ത് സഹോദരി ഉണ്ട്. അപ്പോൾ ഈ വാപ്പത്ത് സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടുകയില്ല. പക്ഷെ അവിടെയും ഈ മസല മനസ്സിലാക്കണം. എങ്ങനെ? ഈ വാപ്പത്ത സഹോദരിയോട് കൂടെ അവളുടെ അതേ മർത്തബയിൽ നിൽക്കുന്ന ഒരു സഹോദരൻ വന്നു. അങ്ങനെ ആ സഹോദരൻ വന്നാല് അവർക്ക് എന്ത് കിട്ടും? അവർക്ക് സ്വത്ത് കിട്ടും. എങ്ങനെ കിട്ടും? അസബ എന്നുള്ള നിലക്ക് കിട്ടും. ഏത് കഴിച്ചിട്ട്?
ഈ രണ്ട് സഹോദരിമാർക്കുള്ള 2/3 കൊടുത്തിട്ട് ബാക്കിയുള്ളത് അവരെ അസബ എന്നുള്ള നിലക്ക് അവർ ഇരട്ടിയും ഭൗതികമായിട്ട് എടുക്കുന്നതാണ്. ഒരു സഹോദരനെ കൊണ്ട്, ഇതാണ് അഹും മുബാറക്ക് എന്നിവനെ കുറിച്ച് പറയും. അഹും മുബാറക്കത്ത്, ബർക്കത്താക്കപ്പെട്ട അഹു എന്നാ പറയുന്നത്. എന്താ കാരണം? ഈ സഹോദരൻ ഉണ്ടായത് കൊണ്ട് ഇവൾക്ക് സ്വത്ത് കിട്ടി. മനസ്സിലായല്ലോ? ഈ സഹോദരന് ഉണ്ടായത് കൊണ്ട് ഇവൾക്ക് സ്വത്ത് കിട്ടി. എവിടെ കിട്ടി? മകന്റെ മകൾ എന്നുള്ളടത്തും കിട്ടി. മകന്റെ മകൾക്ക് കിട്ടാതെ പോവുകയായിരുന്നു. 2 പെൺകുട്ടികൾ ഉണ്ടായപ്പോൾ കിട്ടാതെ പോകുന്ന രീതിയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അഹുവും കൂടി ഉണ്ട് എന്ന് നമുക്ക് കിട്ടിയത്. അഹു നേരെ ഉണ്ട് അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ മസല പറയുമ്പോൾ ചിലത് ഗരീബായിട്ട് പറയാറുണ്ട്. അതായത് ഇങ്ങനെ ഒരു മകന്റെ മകളുണ്ട്, പക്ഷേ ഈ മറ്റൊരു കല്യാണത്തിലോ എവിടെയോ നമ്മൾ അറിയാതെ ഒരു സഹോദരനുണ്ട് എന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. ഈ മകന്റെ മകളെ പോലെ തന്നെ ഒരു മകന്റെ മകന് ഉണ്ട് എന്ന് വയനാട്ടിൽ നിന്ന് ഇവിടുന്ന് വന്നു. നമ്മൾ മസല പറയുമ്പോഴുള്ള പറച്ചിലാണത്, അതിന്മേൽ പിടിച്ചു തൂങ്ങരുത്. അപ്പോ അങ്ങനെ ആ മകന് വന്നപ്പോ ഈ മകന്റെ മകൾക്ക് ചിരിക്കാനായി. എന്താ കാര്യം? കാരണം ഇവൾക്ക് സ്വത്ത് കിട്ടും, കാരണം ഇവരുണ്ടായതുകൊണ്ട്. അപ്പൊ ആ വന്ന സഹോദരനെ കുറിച്ച് ഷറയിൽ നമ്മൾ എന്ത് പറയലുണ്ട്? അഹും മുബാറക്ക് എന്നും കൂടി എന്നെ പറയലുണ്ട്. ഇതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്നത്. ആ വന്നത് ഇപ്പൊ ഇവിടേക്ക് മാറ്റി. ഇപ്പൊ നമുക്കത് മനസ്സിലാവും ചെയ്തല്ലോ. അപ്പൊ അങ്ങനെയും വരുന്ന രീതി ഉണ്ട്. അതേപോലെ തന്നെ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരിന്റെ ഒപ്പം ഒരു വാപ്പത്തെ സഹോദരി ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ കിട്ടാത്തതിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അറിഞ്ഞത്, ഇവർക്ക് ഏതുണ്ട്, ഈ വാപ്പത്തെ സഹോദരിക്ക് ഇതേപോലെ വാപ്പ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? കൊടുകിലെവിടെ ജോലിക്ക് പോയപ്പോ. അപ്പൊ അവിടെ ഒരു കുട്ടിയുണ്ട്, അത് ആൺകുട്ടിയാണ്. ആ കുട്ടി വിവരം പറഞ്ഞു വരികയും ചെയ്തപ്പോ ഈ കുട്ടിക്ക് സമാധാനമായി. കാരണം ഇവർക്ക് രണ്ടാക്കൂടി ഇനി ബാക്കിയുള്ള എന്തൊക്കെ എടുക്കാം, അതല്ലെങ്കിൽ ഇവർക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടാതിരിക്കുമ്പോ പിന്നെ അത് വേറെ വഴിക്കാണല്ലോ നീങ്ങിപ്പോവാ. അപ്പോ ആ പറഞ്ഞതിനെ കുട്ടിയാണ് അഹു മുബാറക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായി നമുക്ക്. അപ്പൊ ഉമ്മയും വാപ്പയത്തെ സഹോദരിക്ക് സ്വത്ത് കിട്ടില്ല, വാപ്പത്തെ 2 സഹോദരിമാരുണ്ടാവുമ്പോ, അല്ലെങ്കിൽ അതിൽ അധികരിച്ചുണ്ടാവുമ്പോ. അപ്പോ ഇനി ഇവരെ കൂടെ ഒരു ആണ് വന്ന് അവരെ അസബ ചെയ്താൽ കിട്ടും. കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അസബാക്കും. പിന്നെ നമ്മൾ ഒരു പ്രത്യേക മസല നമ്മൾ മുമ്പ് പറഞ്ഞതിനോട് ഒന്നുകൂടി പറയാം. ഇനി 2 ഉമ്മയും വാപ്പയും മൊത്ത സഹോദരി ഉണ്ട്. 2 ഉമ്മയും വാപ്പയും മൊത്ത സഹോദരി, അവളോട് കൂടെ മകള് അല്ലെങ്കിൽ മകന്റെ മകള് വന്നാൽ ഈ പറയപ്പെട്ട വാപ്പത്തെ സഹോദരിക്ക് സ്വത്ത് കിട്ടുകയില്ല എന്നത് നമ്മൾ മുമ്പൊന്ന് പഠിച്ചത് ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ്. എങ്ങനെ? നമ്മൾ പറഞ്ഞല്ലോ, അസബൽ ലൂലേനി വലുഖറേനി എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 ദിവസം മുമ്പൊന്നും വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ഇതാ പറയണം. അതായത് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയോട് കൂടെ മകളോ മകന്റെ മകളോ വന്നാൽ അവിടെയും ആർക്ക് കിട്ടില്ല? വാപ്പത്തെ സഹോദരിക്ക് കിട്ടില്ല എന്നർത്ഥം. കാരണം ഇവര് അസബയായിട്ട് പോകുന്നതാണ്, അവളെ അതിന് ഒഴിവാക്കുന്നതാണ് എന്നുള്ള വിഷയം നമ്മൾ മുമ്പ് സംസാരിച്ചു. അപ്പൊ അതാണ് ഇതിലും വരുന്നത്. ഇനി നമുക്ക് മറ്റു പല വിഷയങ്ങളും ഇതിന്റെ കൂടെ സംസാരിക്കാനായിട്ട് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് നാളെ അതിന്റെ ബാക്കി സംസാരിക്കാം ബിഇദ്നില്ലാഹി സുബ്ഹാനഹു തആല. അപ്പൊ ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വല്ലാഹു അഅലം.